നമസ്കാരം. നടിയെ ആക്രമിച്ച കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും ഇതുമാത്രമാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തത് എന്നും സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ WCCയെ ഉദ്ധരിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. സിനിമാ മേഖലയിൽ സ്ത്രീകളെ നിശബ്ദരാക്കുന്ന പ്രവണതയാണ് നിലനിൽക്കുന്നതെന്നും WCC പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സിനിമാ വ്യവസായത്തിന്റെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരിൽ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളെ നിശബ്ദരാക്കുകയാണ് എന്ന് WCC പറഞ്ഞു. സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കാനും വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് സംഘടന സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. WCC വന്നതിന് ശേഷമാണ് നടിമാർ ദുരനുഭവം പങ്കുവയ്ക്കാൻ തുടങ്ങിയതെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നു എന്ന് പല വനിതകളും മൊഴി നൽകിയതിനെ കുറിച്ച് പറയവെയാണ് കമ്മീഷൻ WCC ഇടപെടലിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തുറന്നു സംസാരിക്കാൻ WCC ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചുവെന്നും ഈ ഗ്രൂപ്പിലെ വിവരങ്ങൾ പുറത്തു പോകില്ല എന്ന് സംഘടന ഉറപ്പ് നൽകിയതോടെയാണ് പല നടിമാരും അവരുടെ അനുഭവങ്ങൾ തുറന്നു സംസാരിക്കാൻ തുടങ്ങിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ട ആവശ്യമില്ല എന്ന് നടിമാരുടെ വെളിപ്പെടുത്തലിൽ പറയുന്നു. സിനിമയിൽ ഇഴകിച്ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട് എന്നും നടിമാർ മൊഴി നൽകിയതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2017 ഫെബ്രുവരി 17 മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ആക്രമണ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കേസിൽ മോളിവുഡിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ദിലീപും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹേമ കമ്മിറ്റി സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചത്. നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. നിരവധി നടിമാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം, കാസ്റ്റിംഗ് കൗച്ച് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം സർക്കാർ പൂർത്തിവെച്ചുവെന്ന് നടൻ ഹരീഷ് പേരടി പ്രതികരിച്ചു. നട്ടലുള്ള ചില പെണ്ണുങ്ങൾ നടത്തിയ പോരാട്ടം ഒടുവിൽ ഫലം കണ്ടുവെന്നും ഹരീഷ് പേരടി പറഞ്ഞു. റിപ്പോർട്ടിന് മേൽ നടപടി എടുത്താലേ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാരാവുള്ളൂ. തുറന്നു പറച്ചിലിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന ഭയമില്ലെന്ന് പറഞ്ഞ ഹരീഷ് പേരടി അങ്ങനെ നഷ്ടപ്പെട്ടാൽ ചങ്കൂറ്റത്തോടെ നേരിടുമെന്നും ഈ രീതിയിൽ അവസരങ്ങൾ നിഷേധിച്ചവരെ കൂടെ കൂട്ടി സിനിമ ചെയ്യുമെന്നും പ്രതികരിച്ചിട്ടുണ്ട്. Your one-stop shop for news and fun. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.